കഥയില്ലായ്മയിൽ നിന്ന് കഥയുണ്ടാക്കാൻ ഇത്ര മിടുക്കനെ ഞാൻ കണ്ടിട്ടില്ല. കഥയില്ലായ്മയെ കഥയാക്കി മാറ്റാൻ പിഷാരടിക്ക് മാത്രമേ കഴിയൂ. അദ്ദേഹത്തെക്കുറിച്ച്, സലീം ഖാറിനെ കുറിച്ച് കേട്ട ഒരു കാര്യം ഇതാണ്. അദ്ദേഹം മറ്റു നടന്മാരോടും നടിമാരോടുമൊപ്പം വിദേശ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിലൊരു വലിയ പ്രശ്നം. തിരിച്ചവർ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് വരികയാണ്. ഫ്ലൈറ്റിലൊരു പ്രായമായ സ്ത്രീ, പഞ്ചാബിയാണ്. അവർ കയറി, അവർക്ക് എക്കോണമി ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അവരാദ്യം വന്ന് കയറി ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരുന്നു. എയർ ഹോസ്റ്റസ്മാർ വന്ന് പറഞ്ഞു, മാഡം ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, മാഡത്തിൻ്റെ ടിക്കറ്റ് എക്കോണമിയാണ്, പുറകിലേക്ക് ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഈ വണ്ടിയിൽ ആദ്യം കയറിയത് ഞാനിവിടെ ഇരിക്കും, ബാക്കിയുള്ളവർ പുറകിരിക്കട്ടെ. ഒരു നിവൃത്തിയില്ല, സമ്മതിക്കുന്നില്ല. ഫ്ലൈറ്റ് പോകാൻ സമയമായി. അപ്പോൾ സലീം കുമാർ ആ ഫ്ലൈറ്റിലുണ്ട്, തിരിച്ചു വരിക. ന്യൂയോർക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സലീം കുമാർ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ശരി, ആയിക്കോട്ടെ. സലീം കുമാർ ചെന്ന് ഈ സ്ത്രീയുടെ ചെവിയിൽ എന്താ പറഞ്ഞു. ആ സ്ത്രീ, അതുവരെ വഴക്കാളിയായിരുന്നു സ്ത്രീ, വളരെ മര്യാദക്കാരിയായി ബാഗൊക്കെ എടുത്ത് എക്കോണമി ക്ലാസ്സിൽ പുറകിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും സലീം എന്തായി പറഞ്ഞത്? അപ്പോൾ ഞാനൊന്നും ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ചേച്ചി ഈ സീറ്റ് ലണ്ടനിലേക്ക് പോകുന്നതാണ്, പുറകിലത്തെ സീറ്റാണ് ഡൽഹിയിലേക്ക് വരുന്നത്. ഇത് സലീം കുമാറിനെ കുറിച്ച് പറഞ്ഞത്, എന്നോട് പറഞ്ഞത് പിഷാരടിയാണ്. ആബേലച്ചൻ, ഞാൻ ഈയിടെ ആബേലച്ചനുമായിട്ട് എനിക്കുള്ള ബന്ധം, ഞാൻ ദീപിക ബാലസഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി. ഒരു ഘട്ടത്തിൽ ദീപിക ബാലസഖ്യം നടത്തിക്കൊണ്ടുവന്ന ആബേലച്ചൻ അതിന് ശേഷമാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആബേലച്ചൻ്റെ ഓർമ്മകൾ അന്നുമുണ്ട്. ആബേലച്ചൻ്റെ ഡിസിപ്ലിനും കലയിലുള്ള താല്പര്യമൊക്കെ കേട്ട് വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കും ഇടയ്ക്ക് ഈ കലാഭവനിൽ ചേർന്നാൽ കൊള്ളാമെന്നൊക്കെ തോന്നൽ വന്നു, പക്ഷേ അത് നടന്നില്ല. എന്നാൽ എനിക്ക് കലാഭവനിൽ അംഗത്വമുണ്ട്. അത് പ്രസാദ് മനസ്സിലാക്കണം. പ്രസാദ് ഒരു സൂചന തന്നു. എന്നെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുത്ത വേളയിൽ പ്രസാദ് എന്നോട് പറഞ്ഞു, ക്യാമറയുടെ മുന്നിൽ അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം, ചിരിക്കണം, ഗൗരവമായിട്ട് നിൽക്കരുത്, തല ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. ഇപ്പോൾ 2 കുട്ടികൾ വന്ന് കഴിഞ്ഞ് കൗതുകകരമായിട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഒരാൾ ചോദിച്ചു, ഓ പുതിയ കൊമേഡിയനല്ലേ എന്ന് മാത്രമല്ല, പിന്നെ പറഞ്ഞ ആ തരക്കേടില്ല. അപ്പം എനിക്ക് കലാഭവൻ്റെ ഒരു ഭാവിയുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഒരുപക്ഷെ കലാഭവൻ്റെ അനവധിയോഗി മെമ്പറായിട്ട് എന്നെ എടുക്കണമെന്ന് ബഹുമാന പ്രൊഫസർ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വേറൊരു കാര്യം,